ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു തീപിടുത്തമുണ്ടായാലോ, വെള്ളപ്പൊക്കമുണ്ടായാലോ, പ്രകൃതി ദുരന്തമുണ്ടായാലോ അവിടെയെല്ലാം ഫയർഫോഴ്സിന്റെ സേവനം ഇന്ന് നല്ല നിലയിൽ ലഭിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും നന്നായി സേവനം നടത്തിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സാണ്. അതുപോലെ മേജറായി വരുന്ന തീപിടുത്തങ്ങൾ കോഴിക്കോട് ജയലക്ഷ്മി നടന്നതാണെങ്കിലും, എറണാകുളത്ത് നമ്മുടെ മാലിന്യ സംസ്കരണം നടത്തിയ ബ്രഹ്മപുരത്താണെങ്കിലും, അതോടൊപ്പം തന്നെ കറ്റാനത്ത് ഏറ്റവും റീസെന്റായി നടന്ന കറ്റാനത്ത് ഒരു വലിയ തീപിടുത്തമാണെങ്കിലും എല്ലാം, അതുപോലെ മൂന്നാറിൽ കുടുങ്ങിക്കിടന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും ഒക്കെ വളരെ സ്തുത്യർഹമായ പ്രൊഫഷണലായ നിലയിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. അതുപോലെ തന്നെ പുതുതായി 1000 ഹോം ഗാർഡുകളെ നിയമിക്കാനുള്ള തീരുമാനം ഇന്നെടുത്തിട്ടുണ്ട്. ഈ ഹോം ഗാർഡുകൾ നമ്മുടെ ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ പലയിടത്തും ഈ ഒരു ആവശ്യം ഉയർന്നു വരുന്നതിന് പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ 1000 ഹോം ഗാർഡുകളെ, അവരൊക്കെ മിലിറ്ററി സർവീസിൽ നിന്ന്, സേനകളിൽ നിന്ന് റിട്ടയർ വരുന്ന ആളുകളാണ് ഹോം ഗാർഡുകൾ. 1000 ഹോം ഗാർഡുകളെ അവരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പം മൊത്തം 133 സ്റ്റേഷനുകളാണ് ഉള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളൊന്ന് വിലയിരുത്തി. അതുപോലെ തന്നെ പുതിയ സ്കൈ ലിഫ്റ്റ്, അതാണ് ഏറ്റവും ആവശ്യം. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈറൈസ് ബിൽഡിങ്ങുകളാണ്. ഈ ഹൈറൈസ് ബിൽഡിങ്ങുകളിൽ തീപിടുത്തമുണ്ടായാൽ ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ സ്കൈ ലിഫ്റ്റ് നമുക്കില്ല. കുറേ കാലമായി അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതാണ്. ഏതായാലും അത് എത്രയും പെട്ടെന്ന് സ്കൈ ലിഫ്റ്റ് വാങ്ങാനും സ്മോൾ ലിഫ്റ്റുകൾ വാങ്ങാനുമുള്ള ഒരു നടപടി ഉണ്ടാകും. ഇന്ന് യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറിവരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജനങ്ങളെ സെൽഫ് ഡിഫൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പല സ്ഥലങ്ങളിലുമുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ, ഇവിടെല്ലാം ഒരു വെള്ളപ്പൊക്കമുണ്ടായാലോ ഫയർ ഉണ്ടായാലോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പരിശീലനം നൽകാനും അവബോധമുണ്ടാക്കാനും, അതുണ്ടാകുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലുള്ള സിവിൽ ഡിഫൻസ് അവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള നടപടി നമ്മൾ ചെയ്യുന്നു. ഇപ്പം 133 സ്ഥലങ്ങളിൽ അവർ ഐഡിയലായിരിക്കുകയല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് സ്വിമ്മിംഗ് അറിയില്ല. അപ്പോൾ അവർക്ക് അതിന് സ്വിമ്മിംഗ് പരിശീലനം നൽകുക, ഒരു ഫയർ ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു അവബോധം നൽകുക, അത്തരം കാര്യങ്ങളിലാണ് കൂടുതലായി നടത്താൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സെൽഫ് ഡിഫൻസിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫയർ ഓഫീസേഴ്സ് അവർ നേതൃത്വം കൊടുക്കും. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആളുകളൊക്കെ മിക്കവാറും ഫ്ളാറ്റുകളിലാണ് താമസം. അവർക്കൊന്നും നീന്തൽ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അത് അവർക്ക് പരിശീലനം കൊടുക്കാനും അത് പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ആധുനികവൽക്കരിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് ഗവൺമെന്റ് രൂപം നൽകും. ഇന്ന് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർ വളരെ നല്ല നിലയിൽ 3 പരിശീലന കേന്ദ്രങ്ങളിലും ഫയർഫോഴ്സിന് 133 യൂണിറ്റുകളിലുമൊക്കെ നല്ല പ്രവർത്തനം കാഴ്ച. ഒരു വലിയ തോതിലുള്ള ഒരു പരാതിയും ഇവരെപ്പറ്റി ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ആധുനിക ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ അതിനനുസൃതമായ നിലയിലുള്ള ഇവരെ പ്രൊഫഷണലി എക്വിപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കുറെ കൂടി പ്രൊഫഷണലായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ നിതിൻ അഗർവാളിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം ഇന്ന് ഫയർഫോഴ്സ് കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ഇനിയും അവരുടെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇതിനകത്ത് ജനങ്ങളുടെ സഹകരണം
കൂടുതലായി ഉണ്ടാകേണ്ട ഒരു കാലമാണ്. കാരണം ഒരു തീപിടുത്തമുണ്ടായാലോ വെള്ളപ്പൊക്കമുണ്ടായാലോ ഒരു മലയിടിച്ചിലുണ്ടായാലോ ഇന്ന് ആദ്യം ഓടിയെത്തുന്നത് ഫയർഫോഴ്സാണ്. പണ്ടൊക്കെ നേവിയുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ NDRF ഒക്കെ വരുന്നത്, ഇപ്പം അങ്ങനെയല്ല. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സേവനം നടത്തുന്ന സേന ഫയർഫോഴ്സാണ്. അപ്പോൾ ആ ഫയർഫോഴ്സിനെ കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ മാറി വരുന്ന സാഹചര്യത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഫയർമാൻമാരെ അതിന്റെ കാര്യങ്ങളുണ്ട്. ഇപ്പം പോസ്റ്റുകളുണ്ട്. പക്ഷേ അത്ര കുറച്ച് കൂടുതൽ പോസ്റ്റുകൾ വേണം. കാരണം നമ്മൾ സ്റ്റേഷൻ അനുവദിച്ചാൽ മാത്രം പോരാ, അതിനോടനുബന്ധമായി പോയി സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലായിടത്തും ഡിമാൻഡുണ്ട് ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ. ഫയർ സ്റ്റേഷൻ ആരംഭിച്ചാൽ ആൾ വേണ്ടേ? അപ്പോൾ അതിന് റിക്രൂട്ട്മെന്റ് വേണം, പോസ്റ്റ് വേണം. ആ പോസ്റ്റ് ഉണ്ടെങ്കിലേ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രയോറിറ്റി തീരുമാനിക്കാൻ പറഞ്ഞത്. എവിടെയാണ് ഇത് വേണ്ടത്, ഇനി അടുത്ത ഫയർ സ്റ്റേഷനുകളിൽ എവിടെയെല്ലാം വേണം, അതിൻ്റെ ഒരു പ്രയോറിറ്റി അവർ തീരുമാനിച്ച് തരാൻ പറഞ്ഞു. കാരണം ചുമ്മാ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എവിടെയാണ് നീഡ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ ഏറ്റവും അത്യാവശ്യമായ സ്ഥലങ്ങളാണെന്ന് പരിശോധിച്ച് അവിടെ സ്റ്റേഷനുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ധാരാളം ഡിമാൻഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ MLA-മാർ തന്നെ ധാരാളം, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് കൂടുതൽ ആളുകൾ. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കും. ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ആവശ്യമാണ്. ഫോറസ്റ്റിൽ ഇപ്പം തീ വന്നാൽ ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഇല്ല. അപ്പോൾ ഫോറസ്റ്റ് ഫയർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് ഫയർ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ചില പ്രവർത്തനങ്ങളെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ട് ഇക്കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചു. അല്ല, സിവിൽ ഡിഫൻസ് ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. ക്ഷേമേന്ദ്രൻ ഫയർഫോഴ്സിന്റെ മേധാവിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി വൈഡറായി നടത്താൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക്, പണ്ടൊക്കെയാണ് കുട്ടികൾ കുളവും അരുവിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി നീന്തൽ നടത്താമായിരുന്നു, പരിശീലിക്കാമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് നമ്മൾ നീന്തൽ കുളങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനും, കാരണം ഇപ്പോൾ ഫ്ളാറ്റുകളൊക്കെ ആണല്ലോ, അവിടെ ഒന്നും സൗകര്യങ്ങളില്ല പലയിടത്തും. അപ്പം അതിനുവേണ്ടി ഇപ്പം കരമന നന്നായി നടക്കുന്നുണ്ട് അല്ലേ? കരമന നമ്മുടെ ഒരു സിവിൽ ഡിഫൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ ഒന്നിഷ്ടായിരുന്ന കാലത്ത് അന്ന് ആരംഭിച്ചതാണ്. നന്നായി ഇപ്പം നടക്കുന്നുണ്ട്. തൃശ്ശൂർ സ്വിമ്മിംഗ് പൂളിൽ അതെ അന്ന് വിയൂരിൽ അത് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അത് ഒരു ജനവൽക്കരണമാക്കി മാറ്റുക. ജനാധിപത്യപരമായി എല്ലാ സ്ഥലങ്ങളിലും ചില അരുവികൾ നടത്താം, ചില പുഴകളിൽ നടത്താം. കുറച്ചുകൂടി ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് സെൽഫ് ഡിഫൻസ് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. ഈ കേരളത്തിൽ വലിയ ഫയറിംഗ് തീപിടുത്തമുണ്ടാവുന്ന ചാല, മിഠായി തെരുവ്, അതെ, കോഴിക്കോട് ഈ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് പല പ്രാവശ്യത്തിലുള്ള കാര്യം നടന്നില്ല. പക്ഷെ വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടാവുക. അത്തരം സംഭവങ്ങളിലൊരു ഗവൺമെന്റ് സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. അല്ല, ഇപ്പൊ ബ്രഹ്മപുരം ഇപ്പൊ നമ്മൾ നിയന്ത്രിച്ചു. ഈ പറഞ്ഞ ശരിയാണ്. കോഴിക്കോട്, ചാല, ഇതൊക്കെ വളരെ അടുത്തടുത്ത ബിൽഡിങ്ങുകളും പഴയ വയറിങ് ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലേ? എന്താ, ഞാനൊരു ലേമാൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. പക്ഷെ അത് ഫയർ ഓഡിറ്റ് യു ഹാഡ് ഡൺ. ഇത് നിർദ്ദേശം കിട്ടിയായിരുന്നു സർക്കാരിന്. അപ്പോൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലെ എവിടെയാണ് പഴയ മാർക്കറ്റ്സ് ഒക്കെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സർവേ തുടങ്ങുകയാണ്. ആൻഡ് വിൽ ഇൻഫോം ദി വ്യാപാരി ഏകോപന സമിതി ഓൾസോ. അവരുടെ സഹകരണം കൂടെ വിൽ കോൾ ദം ആൻഡ് ഹാവ് എ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് കൂടിയിട്ട് ഈ കാര്യത്തിൽ അവരുടെ സഹായം കൂടെ തേടി. കാരണം പല വയറിങ്ങുകളൊക്കെ മാറ്റണം. ഇപ്പൊ മിഠായിത്തെരുവ് അറിയാമല്ലോ, അവിടെ പോയാൽ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. ആ സമയത്ത് when these buildings were constructed, അന്ന് ഇത്ര വ്യാപകമായ ബിൽഡിംഗ് റൂൾസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ അടിച്ചടിച്ച് ഉണ്ടാക്കിയിരിക്കുക. അല്ല, വളരെ പഴയതായി പോയി, അതുകൊണ്ടാണ്. ശ്രദ്ധയപ്പെട്ടില്ല. ആരും എന്നോട് പരാതി പറഞ്ഞില്ല. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല.
നോക്കാം എന്താണ്. പലപ്പോഴും ഈ പകർച്ചവ്യാധികളൊക്കെ പടരുന്ന ഒരു സമയമാണല്ലോ. ഈ മലിനജലത്തിലൊക്കെ പലപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അവർ ഉപയോഗിക്കുന്നത് ഇപ്പോ വെറ്റ് സ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഇവർക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രൈ സ്യൂട്ട് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവരുടെ ചെവിയിലും മുട്ടിലൊക്കെ അത് വാങ്ങുന്നുണ്ട്. ഇത് ഞങ്ങൾ മോഡേണൈസേഷൻ ഭാഗമായിട്ട് ഈ നിങ്ങൾ പറഞ്ഞ സൂട്ട് ഫയർഫോഴ്സിന്റെ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് അത് വാങ്ങും. കുറച്ച് അതിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് കുറച്ച് ഇപ്പം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഈ ഹോം ഗാർഡുകൾ ഈ വലിയ ചൂടത്തൊക്കെ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ, അവരുടെ ഡ്രസ്സ് കുറച്ച് മാറ്റം വരുത്താനൊക്കെയുള്ള തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഹൈറൈസ് ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഫയറിന്റെ പെർമിഷൻ കൂടി വേണം. പലപ്പോഴും ഈ വാഹനം കടന്നു പോകാൻ ചുറ്റും കടന്നു പോകാനുണ്ട് ഇങ്ങനെ പ്രശ്നം വന്നാണ്. അതെ, നാഷണൽ ബിൽഡിംഗ് റൂൾസ് ആണ് അതെല്ലാം. നാഷണൽ ബിൽഡിംഗ് കോഡാണ്. ഒത്തിരി ബിൽഡിംഗ്സ് ഉണ്ട്. ഏറ്റവും അവസാനം ഒരു ഒറ്റത്തവണ തീർപ്പാക്കലിനൊക്കെ ഇതിന്റെ പെർമിഷൻ എടുത്തിട്ട് പോകുന്ന പരിപാടി ഉണ്ട്. കോടതി പോയില്ലൊക്കെ അവിടെയൊക്കെ ഇത് വലിയ പ്രശ്നമല്ലേ? അല്ല, ഇപ്പൊ പുതിയ ബിൽഡിങ്ങുകൾക്കെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചാണ് പോകുന്നത്. ഈ പഴയ ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് ഈ ബിൽഡിംഗ്സിന് അവരുടെ ഫ്ലോർ ഏരിയ അനുസരിച്ച് റോഡിന്റെ വീതി നിശ്ചയിച്ചിരിക്കുകയാണ് കോഡിൽ. അപ്പോൾ അവരുടെ എത്ര ഫ്ലോർ ഏരിയയുടെ ആപ്ലിക്കേഷനാണ് അതനുസരിച്ച് റോഡിന്റെ വീതി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അവർ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യും. അതിൽ പറയും എത്ര വീതിയാണ്. പിന്നെ നമ്മുടെ ഓഫീസർ പോയി ഇൻസ്പെക്ട് ചെയ്യും. അതനുസരിച്ച് പിന്നെ NOC മുന്നോട്ട് പോകത്തുള്ളൂ. So we ensure that the width is enough for a fire engine to go there and attend to the fire situation. അതിനു വേണ്ടിയിട്ടാണ് പല 5 meters to 8 meters 10 meters വരെയുള്ള വീതി ആവശ്യം. ഇത് അതനുസരിച്ചാണ് so that the fire engine of adequate capacity can go and attend to the fire situation. പരിമിതികളുണ്ട്, അത് പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. എന്റെ കയ്യിലൊരു പരാതി ലഭിച്ചു. ഇങ്ങനെ അനർഹരായ ആളുകൾക്കാണ് ഈ നിയമനം നൽകിയത്. അതുകൊണ്ട് ഞാനത് എക്സാമിൻ ചെയ്യാനും അതുവരെ ഇന്ന് പരിശീലനം തുടങ്ങേണ്ടതായിരുന്നു. ഇന്ന് തൊട്ടുള്ള പരിശീലനം നിർത്തിവെച്ചു. കാരണം അങ്ങനെ അർഹതയില്ലാത്ത ആളുകളെ ASIമാരായി നിയമിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് പരിശോധിക്കാൻ റിപ്പോർട്ട് തരാനും ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ പരിശീലനം നിർത്തിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത ആളുകളെ അത്തരം നിയമനങ്ങൾ ഡയറക്റ്റായി നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് നിർത്തിവെക്കാൻ പറഞ്ഞത്. നിർത്തിവെച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അന്തിമ തീരുമാനം എടുക്കും. ഒക്കെ പറഞ്ഞില്ല ഇന്നലെ, അങ്ങനെയൊന്നുമില്ല. കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാർ അതിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി മുൻ വിദ്യാഭ്യാസ മന്ത്രി അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട്. PMCയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും രണ്ടഭിപ്രായമാണെന്നാണ് പറയുന്നത്. അല്ല, PMCയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റി ഒരു തവണ പോലും കൂടിയില്ല. എന്ന് മാത്രമല്ല, ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. ഒപ്പിട്ടോണ്ടാ കിട്ടിയല്ലോ, ഒപ്പിട്ട് ആ പൈസ കിട്ടത്തില്ലായിരുന്നു. അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു സബ് കമ്മിറ്റി, അത് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? ഇല്ലേ? അല്ല, അതല്ല, ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ സബ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന്. സബ് കമ്മിറ്റി രൂപീകരിച്ച് സബ് കമ്മിറ്റി കാര്യങ്ങൾ പഠിക്കട്ടെ. പഠിച്ച ശേഷം നമ്മൾ ആലോചിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ധനകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അവരിത് വാങ്ങണമെന്ന് തീരുമാനിച്ചതാണ്. അന്നാണ് ആരോരും അറിയാതെ അവർ പോയി ഒപ്പിട്ടത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ്, ഒപ്പിടാത്തതുകൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞ് ഒരു ഗഡു വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അത് പിന്നെ സബ് കമ്മിറ്റിക്ക് വിട്ടു. ആ സബ് കമ്മിറ്റി ഒരു തവണ പോലും കൂടിയില്ല. അപ്പൊ ആ ആളുകൾക്ക് ഞങ്ങളുടെ അഭിപ്രായത്തോട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കമ്മിറ്റി കൂടി, സബ് കമ്മിറ്റി കൂടി അവരുടെ റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.